DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന വന്നിരിക്കുകയാണ്. പവന് 280 രൂപയാണ് കൂടിയത്. 1,13,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. ഗ്രാമിന് 35 രൂപയാണ് ആനുപാതികമായി കൂടിയിരിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 14,155 രൂപയാണ്. അടുത്ത അറിയിപ്പ്, SSLCയിൽ മുഴുവൻ A+ കുറക്കാനായി മൂല്യനിർണ്ണയം കടുപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ഘടനയിൽ മാറ്റം വരുത്തിയും 20% ചോദ്യങ്ങൾ സങ്കീർണമാക്കിയും ഫുൾ A+ കുറയ്ക്കാൻ നേരത്തെയും വകുപ്പ് നടപടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂല്യനിർണ്ണയവും കടുപ്പിച്ചത്. മുഴുവൻ വിഷയത്തിൽ A+ കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നത് പലപ്പോഴും സർക്കാരിന് തലവേദനയാകാറുണ്ട്. മുൻവർഷങ്ങളിൽ മുഴുവൻ A+ ലഭിച്ചിട്ടും +2-ന് ആഗ്രഹിച്ച കോഴ്സിന് സീറ്റ് ലഭിക്കാത്തവരുടെ എണ്ണവും നിരവധിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് A+ കുറയ്ക്കാനുള്ള തീരുമാനം. അടുത്ത അറിയിപ്പ്, ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന മോശം സേവനങ്ങൾക്കുള്ള പരാതികൾ അതാത് സ്ഥാപനങ്ങൾ തന്നെ പരിഹരിച്ച് നൽകുന്നില്ലെങ്കിൽ അതിൽ തീർപ്പ് കൽപ്പിക്കാൻ നിലവിൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സംവിധാനമുണ്ട്. പരാതികൾക്ക് പരിഹാരം നൽകുക മാത്രമല്ല, സേവന വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഇടപാടുകാർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾക്കായി 20 ലക്ഷം രൂപ വരെ ഓംബുഡ്സ്മാൻ സംവിധാനത്തിലൂടെ ലഭിക്കും. മാത്രമല്ല, സേവന വീഴ്ച മൂലം ഇടപാടുകാർക്ക് നേരിട്ടുള്ള മാനസിക വിഷമം, സമയനഷ്ടം, ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, അസൗകര്യങ്ങൾ എന്നിവയ്ക്ക് വേറെ 1 ലക്ഷം രൂപ വരെയും നഷ്ടപരിഹാരം ലഭിക്കാവുന്നതാണ്. ഇത് സംബന്ധിച്ച് RBI ഇറക്കിയ പുതിയ കരട് നിർദ്ദേശങ്ങളിൽ ഈ തുക യഥാക്രമം 30 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയുമായി ഉയർത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റും ആധാർ പകർപ്പും ജൂൺ 30-നകം ബന്ധപ്പെട്ട ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. ഇതിനോടകം ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ രേഖകൾ സമർപ്പിക്കാൻ ബാക്കിയുണ്ട്. സമയപരിധിക്കുള്ളിൽ രേഖകൾ നൽകാത്തവർക്ക് ജൂലൈ മാസം മുതൽ പെൻഷൻ തുക ലഭിക്കുന്നതല്ല. വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നത് പെൻഷൻ മുടങ്ങാതിരിക്കാൻ അത്യന്താപേക്ഷിതമാണ്. അടുത്തറിയിപ്പ്, നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഏപ്രിൽ-മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഒരുമിച്ച് വാങ്ങാൻ സർക്കാർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒരു കരുതൽ ശേഖരമെന്ന നിലയിലാണ് 2 മാസ റേഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നത്. ഏപ്രിൽ 4 മുതൽ സംസ്ഥാനത്ത് ഏപ്രിൽ-മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു. റേഷൻ വാങ്ങുന്ന കാര്യത്തിൽ ഉപഭോക്താക്കളുടെ സൗകര്യം കൂടി പരിഗണിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ വിഹിതം ഈ ആഴ്ചയ്ക്കുള്ളിൽ വാങ്ങിയില്ലെങ്കിൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ 2 മാസത്തെ വിഹിതം ഒരുമിച്ച് വാങ്ങാൻ താൽപ്പര്യമില്ലാത്തവർക്ക് നിലവിലുള്ള രീതിയിൽ ഓരോ മാസവും പ്രത്യേകം വാങ്ങാനുള്ള അവസരവും ലഭ്യമാണ്. ഏപ്രിൽ 30 വരെയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ചെയ്യുക. മെയ് മാസത്തിൽ തുടർന്നും മെയ് മാസത്തെ റേഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.